നമസ്കാരം, എല്ലാവർക്കും വേ ടു PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന ടോപ്പിക്കിൻ്റെ രണ്ടാം ഭാഗമാണ്. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന ഭാഗത്തെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ചാണ്. അതിനുശേഷം ഖിലാഫത്ത് പ്രസ്ഥാനം. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു ഖലീഫ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ്റെ എതിർ സഖ്യത്തിലായിരുന്നു തുർക്കി. അതുകൊണ്ട് തന്നെ ഈ ഖലീഫയും ബ്രിട്ടനും ഓപ്പോസിറ്റ് ആൾക്കാരാണ്. അവർ തമ്മിൽ എപ്പോഴും പ്രശ്നം ഉണ്ടായ ആൾക്കാരാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഖലീഫയ്ക്കെതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കണ്ടത്. ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ നേതാക്കന്മാരായിരുന്നു മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. ഇവരെ അലി സഹോദരന്മാരെന്നാണ് അറിയപ്പെടുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബ്രിട്ടനും ഈ തുർക്കികളും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ല ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ പ്രശ്നങ്ങളെ തുടർന്നാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിച്ചത്. ഇങ്ങനെ റൗലറ്റ് നിയമത്തിനെതിരായി വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനം വഴി സാധിക്കുമെന്ന് ഗാന്ധിജിക്ക് മനസ്സിലായി. അങ്ങനെ ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുകയും അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റായി ഗാന്ധിജിയെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇനി ഒരു പാർട്ടിയെ നോക്കാം, സ്വരാജ് പാർട്ടി. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമരരീതിയെ എതിർത്ത CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടിച്ചേർന്ന് ആരംഭിച്ച ഒരു പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. 1923 ഈ സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത്. CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടിച്ചേർന്നാണ് ഇത് സ്ഥാപിച്ചതെന്ന് ഒന്ന് ഓർത്തു വെക്കുക. ഇനി പറയുന്ന കാര്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതാണ്. പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ വെച്ച് 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് രൂപം നൽകി. ഇത് നേതൃത്വം നൽകിയവരാണ് ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, സുഖ്ദേവ്, രാജഗുരു. ഇവർ ആരംഭിച്ച സേനാ വിഭാഗത്തിൻ്റെ പേരാണ് റിപ്പബ്ലിക്കൻ ആർമി. ഈ 4 പേരുടെ ആശയങ്ങളും ഗാന്ധിജിയുടെ ആശയങ്ങളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും അങ്ങോട്ട് യോജിച്ചു പോകുന്നുണ്ടായിരുന്നില്ല. ഇതിനുശേഷം പിന്നീട് ബ്രിട്ടീഷുകാരുമായി ഇവർക്ക് കുറേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. അങ്ങനെ 1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും തൂക്കിലേറ്റി. ഇവരെ തൂക്കിലേറ്റിയ വർഷം ഞാനിവിടെ പറയാൻ കാരണം അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതാണ്. ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്കെല്ലാം ആ വർഷം ചോദിച്ചിട്ടുണ്ട്. 1931 മാർച്ച് 23 തൂക്കിലേറ്റിയ വിപ്ലവകാരി ആരാണെന്ന്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കാം. 1934 ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകി. ഇതിന് നേതൃത്വം നൽകിയവർ ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായൺ, അരുണ ആസഫ് അലി. നിസ്സഹരണ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമാണ് നിസ്സഹരണ സമരം. ഇതിങ്ങനെ തന്നെ PSC ചോദിക്കാറുണ്ട്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരം ഏതാണെന്ന്. അതാണ് നിസ്സഹരണ സമരം. നിസ്സഹരണ സമരത്തിന് അംഗീകാരം നൽകിയത് 1920 കൊൽക്കത്തയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനമാണ്. ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. ഇത് നിസ്സഹരണ സമരത്തിന് മുന്നോടിയായി ഗാന്ധിജി അന്നത്തെ വൈസ്രോയ്ക്ക് എഴുതിയതാണ്. ഇത് ചിലപ്പോൾ ഇങ്ങനെ ഈ കോട്ട് തന്നിട്ട് ഏതിൻ്റെ ഭാഗമായിട്ട് എഴുതിയതാണ്, ആര് പറഞ്ഞതാണെന്നെല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഈ നിസ്സഹരണ സമരത്തിൻ്റെ ഭാഗമായി കുറച്ച് പ്രവർത്തനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതായത് ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളും. ബഹിഷ്കരണ പ്രവർത്തനങ്ങളാണ് വിദേശ വസ്ത്രം ബഹിഷ്കരിക്കുക, നികുതി നിഷേധം, കോടതി ബഹിഷ്കരണം, പദവി ഉദ്യോഗം ഉപേക്ഷിക്കൽ. ഇനി ക്രിയാത്മക പ്രവർത്തനങ്ങളാണ് ഹിന്ദു മുസ്ലിം ഐക്യം, ഐത്തോച്ചാടനം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ. ഇത്രയാണ് ഈ നിസ്സഹരണ സമരത്തിൽ നമുക്ക് പറയാനുള്ളത്. അടുത്തത് ചൗരി ചൗര സംഭവം. 1922 ഫെബ്രുവരി 5 ഈ സംഭവം നടന്നത്.
ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ കർഷകർ നടത്തിയ ജാഥയ്ക്കെതിരെ ബ്രിട്ടീഷുകാർ വെടിയുതിർത്തു. ഇങ്ങനെ ഇതിൻ്റെ പേരിൽ ജനക്കൂട്ടം അവിടുത്തെ പോലീസ് സ്റ്റേഷൻ തീയിട്ട് കത്തിച്ചു. ഇതിൽ 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. ഈ സമരം അഹിംസാ സമര തത്വങ്ങൾക്ക് വിരുദ്ധമായതിനാൽ ഗാന്ധിജി നിസ്സഹകരണ സമരം പൂർണ്ണമായും നിർത്തിവെച്ചു. അപ്പോൾ PSC സാധാരണ ചോദിക്കാറുണ്ട്, ഈ നിസ്സഹകരണ സമരം നിർത്തിവെച്ചത് ഏത് സംഭവത്തെ തുടർന്നാണെന്ന്. അത് ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഇങ്ങനെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ 1930 മാർച്ച് 12 ദണ്ഡി മാർച്ചോടെയാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത്. അപ്പോൾ ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് സമരത്തിലൂടെയാണെന്ന് ചോദിച്ചാൽ ഇത് ദണ്ഡി മാർച്ചിലൂടെയാണ്. അതിനുശേഷം 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരം സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജി നിർത്തിവെക്കുകയും ചെയ്തു. അടുത്തത് പൂർണ്ണ സ്വരാജ് 1929 ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്. ഇതെല്ലാ പരീക്ഷകളിലും സാധാരണ ചോദിക്കാറുണ്ട്, ഈ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിലാണെന്ന്. അത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. ഉപ്പ് സത്യാഗ്രഹം അഥവാ ദണ്ഡി മാർച്ച്. ഉപ്പ് നിർമ്മിക്കുന്നതിനുള്ള ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കുത്തകയും ഉപ്പ് നികുതിയും ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കി. ഇതാണ് ഉപ്പ് സത്യാഗ്രഹത്തിലേക്ക് നയിച്ചത്. അങ്ങനെ 1930 മാർച്ച് 12 തിരഞ്ഞെടുക്കപ്പെട്ട 78 അനുയായികളോടൊപ്പം ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്നും 375 കിലോമീറ്റർ അകലെയുള്ള ദണ്ഡി കടപ്പുറത്തേക്ക് മാർച്ച് ചെയ്തു. അങ്ങനെ ഏപ്രിൽ 6 ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിക്കുകയും ചെയ്തു. ഇതിനു പുറമെ വിദേശ വസ്തു ബഹിഷ്കരണം, നികുതി നിഷേധ സമരം, കോടതി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ബഹിഷ്കരണം, ഗവൺമെൻറ് ഉദ്യോഗങ്ങൾ രാജിവെക്കുക എന്നീ പ്രവർത്തനങ്ങളും ഇന്ത്യയിലുടനീളം നടന്നു. ഇനി അടുത്തതൊരു ഇമ്പോർട്ടൻ്റായ കാര്യമാണ് ദണ്ഡി യാത്രയിലെ മലയാളികൾ. ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരൊക്കെയാണെന്ന് നോക്കാം. സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ എന്നിവരാണ് ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ. വട്ടമേശ സമ്മേളനങ്ങൾ. സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ പറ്റിയും ഭരണഘടനാ പരിഷ്കാരങ്ങളെപ്പറ്റിയും ചർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിൽ വിളിച്ചു ചേർത്തൊരു സമ്മേളനമാണ് ഈ വട്ടമേശ സമ്മേളനങ്ങൾ. അപ്പോൾ നമുക്ക് ഈ സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്താണെന്ന് നോക്കാം. 1927 നവംബറിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് 7 അംഗങ്ങളടങ്ങുന്ന ഒരു ഇന്ത്യൻ ഭരണഘടനാ കമ്മീഷനെ നിയമിച്ചു. ഇതിൻ്റെ തലവൻ ജോൺ സൈമൺ ആയിരുന്നു. അങ്ങനെ 1928 ഫെബ്രുവരി 1 ഈ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തി. എന്നാൽ ഇന്ത്യക്കാർ ഈ കമ്മീഷനെ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. 1928 ഫെബ്രുവരി 3 ഹർത്താൽ ആചരിച്ചുകൊണ്ടാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നത്. അതുമാത്രമല്ല, സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം കൂടി ഉയർത്തുകയും ചെയ്തു. ഇതാണ് സൈമൺ കമ്മീഷൻ എന്നത്. അപ്പോൾ ഈ വട്ടമേശ സമ്മേളനങ്ങൾ ആരംഭിച്ചത് സൈമൺ കമ്മീഷനിലെ റിപ്പോർട്ടിനെ പറ്റിയും ഭരണ പരിഷ്കാരങ്ങളെ പറ്റിയും ചർച്ച ചെയ്യാനാണ്. അങ്ങനെ 1930 ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നു. ഇതിൽ പങ്കെടുത്തത് അംബേദ്കറും മുഹമ്മദ് അലി ജിന്നയും ആഗാ ഖാനുമായിരുന്നു. പിന്നീട് രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നു. ഈ രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. പിന്നീട് അടുത്തത് 1932 മൂന്നാം വട്ടമേശ സമ്മേളനം. എന്നാൽ ഈ സമ്മേളനത്തിൽ ബ്രിട്ടീഷ് ഭരണത്തെ പിന്തുണച്ച 46 പ്രതിനിധികൾ മാത്രമാണ് പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം ഒരു പരാജയമായി തീരുകയും ചെയ്തു. പിന്നീട് പറയുന്നത് ഈ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരു ഇന്ത്യക്കാരനുണ്ട്. അതാണ് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയിലെ താഴെത്തട്ടിലുള്ള വിഭാഗങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഇങ്ങനെ അധസ്ഥിത വിഭാഗങ്ങളുടെ മോചനം രാഷ്ട്രീയ അധികാര പങ്കാളിത്തത്തിലൂടെ മാത്രമേ നടക്കൂ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇതുകൊണ്ടാണ് അദ്ദേഹം 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത്. ഇതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ അധസ്ഥിത വിഭാഗങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ഗാന്ധിജി ഇതിനെ എതിർത്തു. അങ്ങനെ അംബേദ്കറും ഗാന്ധിജിയും കൂടിക്കാഴ്ച നടത്തി.
അതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉപേക്ഷിക്കാനും സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും അധസ്ഥിതരുടെ രാഷ്ട്രീയ അവകാശ പ്രശ്നം പരിഹരിക്കാനും തീരുമാനിച്ചു. ഇതാണ് 1932 പൂനെ സന്ധി എന്ന് പറയുന്നത്. ഇത്രയാണ് മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമരവും എന്ന ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഈ രണ്ടാം ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.